Good morning, everyone. Good morning, ma'am. Okay. Strength വളരെ കൂടുതലാണല്ലോ. Okay. So എല്ലാവരും prepared ആണോ? Prepare ചെയ്തിരുന്നോ? ചെയ്തിട്ടുണ്ടോ? പറയൂ. ഞാൻ ടോപ്പിക് പറഞ്ഞിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? ഇല്ല മാം. പറഞ്ഞില്ല? ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷിന്റെ അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ. അത് ഒന്നുകൂടി ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു നല്ല ഫ്ലുവന്റ് ആയിട്ട്. ആരെങ്കിലും ചെയ്തിരുന്നോ? കുറച്ച് പേരേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ക്ലാസ്സിൽ അവസാനം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തോ? ഇവിടെ വരെ എടുത്തു എന്ന് പറയാമോ? പ്രസന്റ് ടെൻസ് കഴിഞ്ഞു. പ്രസന്റ് ടെൻസ് കഴിഞ്ഞു. ഓക്കെ, ഇനി പാസ്റ്റ് ടെൻസും ഫ്യൂച്ചറും നോക്കാം. ഓക്കെ, ലിസൺ കെയർഫുള്ളി. സോ സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് എല്ലാത്തിന്റെയും സ്ട്രക്ചർ നന്നായിട്ട് നിങ്ങൾ ഓർത്തിരിക്കും. സ്ട്രക്ചർ അറിഞ്ഞാൽ തന്നെ നമുക്ക് മാക്സിമം കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾ വിചാരിക്കും ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, എക്സാം ഒന്നുമില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഇത് ചെയ്യിപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എന്നിട്ട് ടെൻസ് കുറച്ചുകൂടി അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ടെൻസ് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ പാസീവ് വോയിസ് ഒക്കെ വരാം. ഓക്കെ, ഞാനിപ്പോ എക്സസൈസ് പറയുമ്പോഴും ടെൻസ് ബേസ് ചെയ്തിട്ടാണ് വരാം. അപ്പൊ ടെൻസ് അറിഞ്ഞിരിക്കുന്നത് അത്യാവശ്യമാണ്. അതുപോലെ V3 ഫോം അതും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്തോറും നിങ്ങൾക്ക് അതെല്ലാം ക്ലിയർ ആവാണ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ സിമ്പിൾ പാസ്റ്റില് ദ ബോയ് ഏറ്റ് ദ മാംഗോസ് പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, ഏറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം അത് പാസ്റ്റ് ടെൻസ് ആണ്. ദ ബോയ് ഏറ്റ് ദ മാംഗോസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റാം? നമുക്ക് ഒബ്ജക്റ്റ് ആണ് ആദ്യം വേണ്ടത് അല്ലെ. ദ ബോയ് ഏറ്റ് ദ മാംഗോസ് എന്ന് പറയുന്ന സെന്റൻസില് ഒബ്ജക്റ്റ് ദ മാംഗോസ് ആണ്. ഫസ്റ്റ് ദ മാംഗോസ് എഴുതാം. അതിനുശേഷം മാംഗോസ് എന്ന് പറയുന്നത് അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. അതിനുശേഷം മാത്രം അതിന് വേണ്ട ഓക്സിലറി ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ മാംഗോസ് എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ ആണ്. സോ വി ക്യാൻ ആഡ് ദ വേർ അല്ലെ, വേർ ആണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുക. The mangoes were. Next 8 ആണ് പറഞ്ഞിരിക്കുന്നത്. 8 എന്ന് പറയുന്നത് V2 ഫോം ആണ്. സോ V3 ഫോം ഏതാണ്? Eaten by the boy. The mangoes were eaten by the boy എന്നാണ് വരിക. Next example, I did not tell them. I didn't എന്ന് പറയാം, did not എന്ന് പറയാം. ഓക്കെ, അപ്പോ tell them അവിടെ ഒബ്ജക്റ്റ് them ആണ്. സോ നമുക്ക് അവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോ them they ആയിട്ട് മാറുന്നു. they എന്ന് പറയുന്ന പ്ലൂറൽ ആണ്. സോ we can use where. Then not already not. Then tell in the V3 form told. I me ആയിട്ട് മാറുന്നു by me. They were not told by me എന്നാണ് വരിക. നെക്സ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ കണ്ടിന്യൂസ് ഫോം ഏതായാലും നമുക്ക് ബീയിങ് ചേർക്കണം. ഇമ്പോർട്ടന്റ് ആണ്. ബീയിങ് മസ്റ്റ് ആണ്. ഓക്കെ, കണ്ടിന്യൂസ് ടെൻസ് പ്രസന്റ് ആയിക്കോട്ടെ പാസ്റ്റ് ആയിക്കോട്ടെ ബീയിങ് എന്തായാലും വേണം. നമ്മുടെ ചേഞ്ച് ആവുന്നത് ഓക്സിലറീസ് മാത്രമാണ്. പ്രസന്റ് ടെൻസിൽ ഈസി ആവാനാണെങ്കിൽ പാസ്റ്റ് ടെൻസിൽ പാസ്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ വാസ് വേർ ആണ് വരാൻ. ഓക്കെ, ഇത് മാത്രം നോക്കിയാൽ മതി. എക്സാമ്പിൾ, they were making a noise. They were making a noise എന്ന് പറയുമ്പോൾ a noise എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സോ we can use was. A noise was being made. Make in V3 form, made by them. A noise was being made by them. Next, he was killing a snake. A snake was being killed by him. A snake was being killed by him. Okay. Next one, past perfect.
Past perfect, he had lost the pen. Perfect എന്ത് വരുമ്പോഴും പ്രസന്റ് ആയിക്കോട്ടെ പാസ്റ്റ് ആയിക്കോട്ടെ സോ ബീൻ മസ്റ്റ് ആണ്. ഓക്കെ, ബീൻ എന്താണ് യൂസ് ചെയ്യണം. ഓക്കെ, so he had lost the pen എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് the pen ആണ്. So we can first add the pen and then had past ആണ്. അവിടെ has or have ഒന്നുമില്ല, only had. So the pen had been, അല്ലെ, the pen had been lost തന്നെയാണ്. കാരണം ഹാവിനും ഹാഡിനും ശേഷം നമുക്ക് യൂസ് ചെയ്യുന്നത് V3 form ആണ്. So lost same ആണ്, V3 form ആണ്. So we can use the same word lost by him. The pen had been lost by him എന്നാണ് വരിക. Next, by 80. ഇങ്ങനെ കോമ ഇട്ട് വരുന്നതെല്ലാം നമുക്ക് അങ്ങനെ തന്നെ എടുത്താവട്ടെ. By 80. Okay, by 80 he had taken the degree. That spelling mistake in the, so please correct. By 80 ഇവിടെ ഒബ്ജക്റ്റ് the degree ആണ്. The degree had been taken by him എന്നാണ് വരിക. Okay, is it clear? Past tense clear ആണോ? Any doubts? എന്ത് doubts ഉണ്ടെങ്കിൽ ചോദിക്കാം. Okay, clear ആണോ? Past tense. Respond anything. Yes. Okay. കുഴപ്പമില്ല, നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിക്കോളൂ കേട്ടോ. അപ്പൊ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. നെക്സ്റ്റ് വൺ സിമ്പിൾ ഫ്യൂച്ചർ ആണ്. സിമ്പിൾ ഫ്യൂച്ചർ അറിയാം ഓൾറെഡി. നമുക്ക് ഫ്യൂച്ചർ വരുമ്പോൾ വിൽ അല്ലെങ്കിൽ ഷാൽ ആണ് യൂസ് ചെയ്യാം. നമുക്ക് വില്ലോ ഷാൽ യൂസ് ചെയ്തുകൊണ്ട് മിസ്റ്റേക്ക് ഒന്നുമില്ല, നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ സിമ്പിൾ ഫ്യൂച്ചർ വരുമ്പോ നമുക്ക് പ്രസന്റ് പാസ്റ്റ് വരുമ്പോ നമുക്ക് അവിടെ ചേർത്തിരുന്നത് എന്താണ് യൂസ് ചെയ്തിരുന്നത്? എന്ത് ഓക്സിലറീസ് ആണ് അല്ലെ? ഓക്സിലറീസ് പ്ലസ് V3 ആണ്. പക്ഷെ വിൽ ഷാൽ വരുമ്പോ ബി വേണം, ബി. ഓക്കെ, ഒബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് എസ് ആണ് വരാ. He will fly a kite. ഒബ്ജക്ട് a kite ആണ്. A kite will be flyed V3 form flown by him. A kite will be flown by him എന്നാണ് വരാ. Okay, next I shall beat him. ഇവിടെ beat him അവനെയാണ്. So him ആണ് ഇവിടെ ഒബ്ജക്റ്റ്. അത് ഫസ്റ്റ് ചെയ്ത him എന്തായി മാറും? he ആയിട്ട് മാറും. He will be beat in the V3 form be done by me എന്നാണ് വരാ. Okay, next future perfect ആണ്. Future perfect will shall have been ആണ് വരാ ട്ടോ. Future perfect will shall അല്ലെങ്കിൽ have been. will or shall have been ആണ് വരാ. have been. ഇപ്പൊ നമ്മള് പാസ്റ്റ് പെർഫെക്റ്റ് ഒക്കെ പറഞ്ഞപ്പോ ഹാഡ് ബീൻ വന്നു. പ്രസന്റ് പെർഫെക്റ്റ് പറഞ്ഞപ്പോ ഹാസോ ഹാവോ അതിന്റെ കൂടെ ബീൻ വന്നു. ഇവിടെ വില്ലും കൂടി ചേരുന്നു. വിൽ ഹാവ് ബീൻ ആണ് വരാ. ഓക്കെ, മോഹൻ will have helped me by evening. ഇവിടെ സബ്ജക്ട് കേൾക്കുമ്പോ പെട്ടെന്ന് ബൈ ഈവനിങ് എന്നെ തോന്നും, പക്ഷെ ഒബ്ജക്ട് ഇത് വരാം മീ ആണ്. അവൻ എന്നെ സഹായിച്ചു, മോഹൻ എന്നെ ഹെൽപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ മീ ആണ് അവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരാം. മീ അത് ഐ ആയിട്ട് മാറും. I shall have, or shall വില്ലോ whatever you can use. Okay, shall വില്ലോ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. I shall have been helped by evening by Mohan എന്നാ വരാട്ടോ. Next, you will have spent all the money. ഇവിടെ all the money ആണ് object. All the money will have been spent by you. ഇങ്ങനെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് വരാം. ലാസ്റ്റ് കൊടുക്കുന്ന എക്സാമ്പിൾ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്, അത് ഫ്യൂച്ചർ പെർഫെക്റ്റിൽ പെടുന്ന എക്സാമ്പിൾ അല്ല. ഓക്കെ, people speak English all over the world എന്ന് പറയുമ്പോൾ all over the world English is spoken. English ആണ് ഒബ്ജക്റ്റ് വരാം. English is spoken all over the world by people എന്നാണ് വരാം. പക്ഷെ അവിടെ മിസ്റ്റേക്ക് ഉണ്ട്, സോ അത് ഇഗ്നോർ ചെയ്തേക്കും. ഓക്കെ, അപ്പോ ഇത്രയൊക്കെയാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കുറച്ച് ഡൗട്ട് ഉണ്ട്, ആണോ? എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യാമോ? യെസ് മാം. കുറച്ച് ഡൗട്ട് ഉണ്ട്, കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. എക്സസൈസ് ചെയ്യാം. ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം, അത് ആൻസർ ചെയ്യാം. ടെക്സ്റ്റ് ചെയ്താൽ മതി ആൻസർ. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക്
എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യാം. ഞാൻ ഇപ്പോ പഠിച്ച ഏതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ആ തരുന്ന സെന്റൻസ് ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ പാസീവ് വോയിസിലേക്ക് മാറ്റാം. ഓക്കെ, എഴുതിക്കോളൂ. She wrote a story. She wrote a story. First, you should identify which tense is used there. Okay, then you can change it in passive voice. Okay, then text me the answers. ഓക്കെ, ആൻസർ എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ, എല്ലാവരും. ഈ കുറച്ച് പേരേ ഉള്ളൂ, എല്ലാവരും മാക്സിമം ആൻസർ ചെയ്യാൻ നോക്കാം. She wrote a story എന്ന് പറയുന്നത് which tense, ഏത് ടെൻസ് ആണ്? ഓക്കെ, നെക്സ്റ്റ് എല്ലാവരും ആൻസർ ചെയ്യണേ. നയന, ഇഷ, റഹനാദ്, ഷംസീന, റിൻഷ. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തതിനു ശേഷം മാത്രം ഞാൻ കറക്റ്റ് ആൻസർ പറയാം. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യൂ, തെറ്റിയാലും കുഴപ്പമില്ല, ആൻസർ ചെയ്യൂ. Yeah, Isha. Next, Shamsina, Rahanat. Answer you. A story was written by her. Yeah. Okay. Yeah, the answer, a story was written by her എന്നാണ്. She wrote a story എന്ന് പറയുമ്പോൾ a story ആണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരാം. A story ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ആ a story എന്ന് പറയുന്ന വേർഡ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കാം. A story എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. So we can use was. അല്ലെ, was ആണ് നമ്മളോട് യൂസ് ചെയ്യാൻ പറ്റുക, കാരണം അത് സിംഗുലർ വേർഡ് ആണ് a story. Okay, next wrote ആണ്. wrote
എന്തായി മാറും? റിട്ടൺ ആയി മാറും. റിട്ടൺ ബൈ ഹർ. ഓക്കെ, ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. ആൻസർ എ സ്റ്റോറി വാസ് റിട്ടൺ ബൈ ഹർ എന്നാണ് കേട്ടോ. റഹിനാത്ത് വെയർ അല്ല യൂസ് ചെയ്യുക, വാസ് ആണ് യൂസ് ചെയ്യുക. നമ്മൾ എഴുതിയിരിക്കുന്ന സബ്ജക്ട്, അതായത് ഈ സ്റ്റോറി എന്ന് പറയുന്നത് ഏത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കാം. അതിനുശേഷം മാത്രമേ നമുക്ക് ഓക്സിലറി കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റൂ. ഓക്കെ, അപ്പൊ അടുത്തത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ നോക്കാം എല്ലാവരും. He sang beautiful song. He sang beautiful song. ഓക്കെ, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ നമുക്ക് എല്ലാവരും. ഓക്കെ, ആൻസർ ഒന്ന് പറയാവുന്നോ? പറയുന്നുണ്ടോ? ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടോ? നയന ആൻഡ് റിൻഷ ക്ലിയർ ആവുന്നുണ്ടോ? പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസ് ക്ലിയർ ആണോ? ഓക്കെ, അറിയാമെങ്കിൽ ഒന്ന് ആൻസർ ടെക്സ്റ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നിഷ ആൻസർ ചെയ്യാവോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. I was writing an email. I was writing an email.
ഓക്കെ, ഒരാൾ മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. എക്സാമ്പിൾസ് പറയണോ? ഞാൻ പറയണോ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമില്ലയോ? ആ ക്ലാസ്സിൽ ആകെ ഒരു 4 പേരേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ആൻസർ ചെയ്യുമെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയൂ. വെറുതെ ക്വസ്റ്റ്യൻ ചോദിക്കണ്ടല്ലോ. നിങ്ങൾക്ക് വേണ്ടിട്ടല്ലേ ഇത് ചോദിക്കുന്നേ. റെസ്പോണ്ട് ചെയ്യാൻ റെഡി അല്ലെങ്കിൽ A book was written by me. അങ്ങനെ വരുമോ മിസ്? ഞാൻ ആ ക്വസ്റ്റ്യൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഐ വാസ് റൈറ്റിംഗ് ആൻ ഇമെയിൽ എന്നാണ്. ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഐ വാസ് റൈറ്റിംഗ് ആൻ ഇമെയിൽ. അത് ഒന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് ഞാൻ പറഞ്ഞത്. An email was written by me. നോ, ഇത് ടെൻസിൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് ബീങ് വേണം. ആൻ ഇമെയിൽ വാസ് ബീങ് റിട്ടൺ ബൈ മീ എന്നാണ് വരാ. ഓക്കെ, Okay, miss. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതാം. She had written a book. She had written a book. She had written a book. Yeah, past perfect ആണ്. ഓക്കെ, എല്ലാവരും ആൻസർ പറയൂ. സബീന മാത്രം കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. കറക്റ്റ് മീൻസ് കറക്റ്റ് ആൻസർ എന്നല്ല ഞാൻ പറഞ്ഞത്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻസറും കറക്റ്റ് ആണ്. അതിന് റെസ്പോണ്ട് ചെയ്യാൻ നോക്കൂ. A book had been written by her എന്നാണ് വരാ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. A book had been written by her എന്നാണ്. Okay, next they had built a house. They had built a house. Okay, a house had been built by them. Yeah, ഞാൻ ഒരു സ്റ്റോറി പറയാം, അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും എല്ലാവരും. ഓക്കെ, റെഡിയാണോ? റെഡിയാണോ? ഇത് റെസ്പോണ്ട് ചെയ്യൂ. എന്താ പറയാ? യാ, എഴുതിയെടുക്കണേ. മിസ്റ്റർ ജാക്ക്. മിസ്റ്റർ ജാക്ക് എന്നാണ് സ്റ്റോറിയിലെ ക്യാരക്ടറിന്റെ നെയിം. ഓക്കെ, മിസ്റ്റർ ജാക്ക്.
JACK എന്നാണ് പേര്. മിസ്റ്റർ ജാക്ക്. മിസ്റ്റർ ജാക്ക് ടൗൺ സെന്ററിന് അടുത്ത് മിസ്റ്റർ ജാക്ക് ടൗൺ സെന്ററിന് അടുത്താണ് താമസിച്ചിരുന്നത്. മിസ്റ്റർ ജാക്ക് ടൗൺ സെന്ററിന് അടുത്താണ് താമസിച്ചിരുന്നത്. മിസ്റ്റർ ജാക്ക് ടൗൺ സെന്ററിന് അടുത്താണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് പൂന്തോട്ടമുള്ള ഒരു വലിയ വീട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പൂന്തോട്ടമുള്ള വലിയ വീടുണ്ടായിരുന്നു. മിസ്റ്റർ ജാക്ക് തന്റെ പൂന്തോട്ടം വളരെ ഇഷ്ടപ്പെട്ടു. മിസ്റ്റർ ജാക്ക് തന്റെ പൂന്തോട്ടം വളരെ ഇഷ്ടപ്പെട്ടു. വേനൽക്കാലത്ത് പിങ്ക്, യെല്ലോ, റെഡ് നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു. വേനൽക്കാലത്ത് പിങ്ക്, യെല്ലോ, റെഡ് നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിലും വീക്കെൻഡിലും വീക്കെൻഡ് ആഴ്ചയുടെ അവസാനം വീക്കെൻഡിലും തന്റെ പൂന്തോട്ടത്തിൽ ചിലവഴിക്കാൻ ജാക്ക് ഇഷ്ടപ്പെട്ടു. വൈകുന്നേരങ്ങളിലും വീക്കെൻഡിലും തന്റെ പൂന്തോട്ടത്തിൽ ചിലവഴിക്കാൻ ജാക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ ജാക്കിനും ജോലിക്ക് പോകേണ്ടി വന്നു. വീടിന് അടുത്തല്ലാത്ത ഒരു ഓഫീസിൽ ജോലി ചെയ്തിരുന്നതിനാൽ പലപ്പോഴും ബസ്സിൽ ജോലിക്ക് പോയിരുന്നു. പലപ്പോഴും ബസ്സിൽ ജോലിക്ക് പോയിരുന്നു. അവൻ ഒരു ഏകാന്ത മനുഷ്യനായിരുന്നു. അയാൾക്ക് അധികം ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. ഇക്കാരണത്താൽ അയാൾക്ക് പലപ്പോഴും സങ്കടവും വിരസതയും തോന്നി.
ഓക്കെ, എഴുതി കഴിഞ്ഞോ? ഓക്കെ, ഒന്നുകൂടെ പറയാം. മിസ്റ്റർ ജാക്ക് ടൗൺ സെന്ററിനടുത്താണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് പൂന്തോട്ടമുള്ള ഒരു വലിയ വീടുണ്ടായിരുന്നു. മിസ്റ്റർ ജാക്ക് തന്റെ പൂന്തോട്ടം വളരെ ഇഷ്ടപ്പെട്ടു. വേനൽക്കാലത്ത് പിങ്ക്, യെല്ലോ, റെഡ് നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിലും വീക്കെൻഡിലും തന്റെ പൂന്തോട്ടത്തിൽ ചിലവഴിക്കാൻ ജാക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ ജാക്കിനും ജോലിക്ക് പോകേണ്ടി വന്നു. വീടിനടുത്തല്ലാത്ത ഒരു ഓഫീസിൽ ജോലി ചെയ്തിരുന്നതിനാൽ പലപ്പോഴും ബസ്സിൽ ജോലിക്ക് പോയിരുന്നു. അവൻ ഒരു ഏകാന്ത മനുഷ്യനായിരുന്നു. അയാൾക്ക് അധികം ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. ഓക്കെ, ഇക്കാരണത്താൽ അയാൾക്ക് പലപ്പോഴും സങ്കടവും വിരസതയും തോന്നി. ഓക്കെ, കഴിഞ്ഞെങ്കിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കാം. തെറ്റിയാലും കുഴപ്പമില്ല, ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഞാൻ കറക്റ്റ് ആൻസർ പറയാം. ഓക്കെ, ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാല് എന്നോട് പറയണം കേട്ടോ.
കഴിഞ്ഞോ? Is it finished? Okay. റഹിനാത്ത് എഴുതുന്നുണ്ടോ? റഹിനാത്ത്, can you hear me? ശ്രമിക്കുന്നുണ്ട്. Okay. Okay, discuss ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് പറയൂ. ഒന്ന് വായിക്കൂ ഫസ്റ്റ് സെന്റൻസ്. Anyone? ആരെങ്കിലും ഒന്ന് വായിക്കാവോ ഫസ്റ്റ് സെന്റൻസ്? സബീന? Yes, ma'am. Yeah, ഫസ്റ്റ് സെന്റൻസ് ഒന്ന് വായിക്കൂ. Mr. Jack lived near the town center. Mr. Jack Lived near the town center. lived near the town Town center. Ah. Okay, നിഷ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് പറയൂ. മലയാളത്തിലാണോ? ഇംഗ്ലീഷ് മതി. മിസ്റ്റർ ജാക്ക് lived near the town center. റഹന? Mr. Jack lived near the town center.
Okay. The Jack lived close to the town center എന്ന് പറയാം. Mr. Jack lived near the town center എന്ന് പറയാൻ mistake. Okay. ഇനി second sentence. അദ്ദേഹത്തിന് പൂന്തോട്ടമുള്ള ഒരു വലിയ വീടുണ്ടായിരുന്നു. എങ്ങനെയാ പറയാ? നിഷ. Yes, ma'am. Second sentence. He had a big house with a garden. And Sabina. He had a big house with a garden. Rahna. He had a big house with flower garden for him. Yeah. Okay. Yeah, he had a big house with a garden എന്നാണ്. Big യൂസ് ചെയ്യാൻ നമുക്ക് ഇവിടെ large യൂസ് ചെയ്യാം. He had a large house with a garden എന്ന് പറയാം. For him വേണ്ട റഹനാത്ത്. ഓൾറെഡി നമ്മളിത് പറഞ്ഞു, അവൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ he had യൂസ് ചെയ്തു. പിന്നെയും നമുക്ക് for himന്റെ അവിടെ ആവശ്യമില്ല. ബാക്കി ആ for him മാറ്റിയാൽ കറക്റ്റ് ആണ് ആൻസർ. Okay, he had a big house with a garden. Okay. Next, Mr. Jack തന്റെ പൂന്തോട്ടം വളരെ ഇഷ്ടപ്പെട്ടു. Yeah, റഹനാത്ത് പറയൂ. പറയൂ റഹനാത്ത്. മിസ്റ്റർ ജാക്ക് തന്റെ പൂന്തോട്ടം വളരെ ഇഷ്ടപ്പെട്ടു. Third sentence. Mr. Jack liked എന്താണ് ഇഷ്ടപ്പെട്ടത്? തന്റെ പൂന്തോട്ടം. garden. liked അവന്റെ പൂന്തോട്ടാണ് ഇഷ്ടമായത്. അപ്പൊ എങ്ങനെയാ പറയാം? ഓക്കെ. നിഷ പറയൂ. Mr. Jack liked his garden very much. Okay. Sabina. Mr. Jack liked his garden very much. Okay, correct ആണ്. Mr. Jack liked his garden very much. Okay. Next, വേനൽക്കാലത്ത് പിങ്ക്, യെല്ലോ, റെഡ് നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു. ഓക്കെ, നിഷ പറയൂ. In summer, there were many beautiful flowers blooming in pink, yellow, and red colors. Okay, Sabina. In the summer, there were beautiful flowers blooming in yellow, red, and pink color. Okay, Rahinath. In summer, there was pink, yellow, red flower. Okay, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നൊരു സെന്റൻസ് ഒരു ഇത് വരുന്നുണ്ടല്ലേ, ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെയും പറയാം, ഇറ്റ് ഹാഡ് എ ലോട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ദാറ്റ് ബ്ലൂംഡ് ഇൻ സമ്മർ, പിങ്ക്, യെല്ലോ ആൻഡ് റെഡ് എന്നും പറയാം. ഓക്കെ, ഇറ്റ് ഹാഡ് എ ലോട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്, ഇറ്റ് ഹാഡ് എ ലോട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് that bloomed in summer, pink, yellow and red. അതായത് വേനൽക്കാലത്ത് പിങ്ക്, യെല്ലോ, റെഡ് നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇറ്റ് ഹാഡ് എ ലോട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ദാറ്റ് ബ്ലൂംഡ്, വിരിഞ്ഞു നിൽക്കുന്ന അല്ലെ, ദാറ്റ് ബ്ലൂംഡ് ഇൻ സമ്മർ, വേനൽക്കാലത്ത് വിരിഞ്ഞു നിൽക്കുന്ന ധാരാളം പൂക്കൾ ഉണ്ടായിരുന്നു. ഏതൊക്കെ നിറങ്ങളായിരുന്നു? പിങ്ക്, യെല്ലോ ആൻഡ് റെഡ്. ഓക്കെ, ഇങ്ങനെയും നമുക്ക് പറയാം. ഓക്കെ, എഴുതിയെടുക്കുന്നുണ്ടോ? ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ്. വൈകുന്നേരങ്ങളിലും വീക്കെൻഡിലും തന്റെ പൂന്തോട്ടത്തിൽ ചിലവഴിക്കാൻ ജാക്ക് ഇഷ്ടപ്പെട്ടു. എന്നെങ്ങനെയാ പറയാം?
വൈകുന്നേരങ്ങളിലും വീക്കെൻഡിലും തന്റെ പൂന്തോട്ടത്തിൽ ചെലവഴിക്കാൻ ജാക്ക് ഇഷ്ടപ്പെട്ടു. സബീന പറയൂ. During the weekends and evening time, Jack liked to spend his time in his garden. Okay. നിഷ. Jack loved to spend evening and weekend in his garden. Okay. Mr. Jack liked spending time in his garden in the evenings and on weekends. Okay. Neighbor. At the sentence. എന്നാൽ ജാക്കിനും ജോലിക്ക് പോകേണ്ടി വന്നു. എന്നെങ്ങനെയാ പറയാ? But Jack also has to go to work. Yeah. Nisha. But Jack had to go to work. Yeah, but Mr. Jack also had to go to work. Had one ട്ടോ. But Mr. Jack also had to go to work എന്നാ പറയാ. ഇനി വീടിനടുത്തല്ലാത്ത ഒരു ഓഫീസിൽ ജോലി ചെയ്തിരുന്നതിനാൽ പലപ്പോഴും ബസ്സിൽ ജോലിക്ക് പോയിരുന്നു. പറയൂ. സബീന പറയൂ. He often went to work by bus because he worked in an office not close to home. Okay. നിഷ. ഞാൻ എഴുതിയില്ല മാം, ഞാൻ അവിടെ വരെ എത്തിയുള്ളൂ. സാഹിനാഥ്. എഴുതിയിട്ടില്ല. എഴുതിയില്ല. അതെങ്ങനെയാന്ന് പറയാന്ന് നോക്കാവോ? നിഷ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഓഫീസിന് വീടിനടുത്തല്ലാത്ത ഒരു ഓഫീസിൽ ജോലി ചെയ്തിരുന്നതിനാൽ എന്നെങ്ങനെയാ പറയാ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അയാളുടെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ? അപ്പോ അങ്ങനെ എങ്ങനെയാ പറയാ? ഒരു ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നു. ആ സെന്റൻസ് ഒന്ന് പറഞ്ഞേ. In an office not close to home because he was working. അതെങ്ങനെയാ പറയാ? He worked in an office. അല്ലൊരു ഓഫീസിൽ ജോലി ചെയ്തിരുന്നു അല്ലെ? He worked in an office that was near to his house. അത് അയാളുടെ വീടിനടുത്തല്ലായിരുന്നു അല്ലെ? വീടിനടുത്തല്ലാത്ത ഒരു ഓഫീസിൽ അയാൾ ജോലി ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ he worked in an office that was near to his house. So he often went to the work on the bus. പലപ്പോഴും എന്ന് പറയുമ്പോൾ often ആണ്. So he often went to the work on the bus. Okay. Yeah. അടുത്ത സെന്റൻസ് നിഷ എഴുതിയിട്ടില്ല. ഒന്ന് എഴുതാം. ഓക്കെ, അതിനുശേഷം പറയാം. സജന കംപ്ലീറ്റ് ചെയ്താണോ? Yes. ഒന്ന് പറയൂ. അയാൾക്ക് അധികം ഫ്രണ്ട്സ് ഇല്ല. അയാൾ ഒരു ഏകാന്ത മനുഷ്യനായിരുന്നു. He was a lonely man. അയാൾക്ക് അധികം ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. He didn't have many friends. ഇക്കാരണത്താൽ അയാൾക്ക് സങ്കടവും വിരസതയും തോന്നി. Because of this, he was sad. He felt sad. വിരസതയുടെ വേണ്ടി loneliness. വിരസത എന്ന് പറയുമ്പോ ബോറാണ്. Because of this, he felt sad and bored. Yeah. Okay.
നിഷ കഴിഞ്ഞോ ഇതിന്റെ സെന്റൻസ്? ഒരു മിനിറ്റ് മാം. ആൻസർ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് നമുക്ക് എഴുതുക. ഓക്കെ, അപ്പൊ എവിടേക്കാണ് മിസ്റ്റേക്ക് ഉണ്ടാവുന്നത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ചിലപ്പോ നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആയിരിക്കും, അത് ജസ്റ്റ് ചിലപ്പോ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ലാർജ് അതിന് പകരം ബിഗ് യൂസ് ചെയ്ത്, അതൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആണ്. മിസ്റ്റേക്സ് അല്ല, ഒരു സിനോണിംസ് അല്ല, കുഴപ്പമില്ല, ക്ലിയർ ആണ്, ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, എന്നാലും എക്സ്ട്രാ ഒരു വേർഡ് കൂടെ ആഡ് ചെയ്താൽ പോകും. ഓക്കെ, നിഷ പറയൂ. He was a lonely man. He didn't have many friends. Because of this, he felt sad and bored. ഇനി റാഹിന. He was a lonely man. He didn't have no friends because he had sad and boring. ബോറിംഗ് എന്താ? കഴിഞ്ഞു പോയ കാര്യമല്ലേ? ഓക്കെ, ആൻസർ എന്താ പറയാ? He was a lonely man. ഒരു ഏകാന്ത മനുഷ്യയായിരുന്നു. He was a lonely man. Then he didn't have a lot of many friends. He didn't have many friends അല്ലെങ്കിൽ lot of friends പറയാം. Because of this, കാരണത്താൽ അവർക്ക് പലപ്പോഴും സങ്കടവും ബോറും തോന്നി, അല്ലെ? Because of this, he often felt sad and bored. ഓക്കെ, ഇങ്ങനെയാണ് ആൻസർ വരാം. നിങ്ങള് ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, നോക്കി കറക്റ്റ് ആയിട്ട് എഴുതി വെക്കാം. ഓക്കെ, ചെറിയ ചെറിയ മിസ്റ്റേക്സ് മാത്രമേ എല്ലാവരും വരത്തുള്ളൂ, ഒരുപാട് വലിയ വലിയ മിസ്റ്റേക്സ് ഒന്നുമില്ല. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്, മാക്സിമം ഇതുപോലെ ഫോളോ ചെയ്യാം. ഓക്കെ, ഫോർട്ടൈൻസും ക്ലിയർ ആകും, വേർഡ്സ് ക്ലിയർ ആകും. ഓക്കെ, സോ എഴുതിയെടുക്കാം, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am.